ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷെഫീക്ക് ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന കേട്ടോ. അങ്ങനെ കുറച്ച് മാങ്ങയെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പഴുത്ത മാങ്ങയും പച്ചമാങ്ങ അങ്ങനെ മാങ്ങയെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലഹാരങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഈ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ പച്ചമാങ്ങ. അപ്പോൾ അതൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇതുപോലത്തെ ബേക്കറി ഐറ്റംസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് പച്ചമാങ്ങയും പോത്ത മാങ്ങ കുപ്പിയിലാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. കാരണം എന്താ വെച്ചെങ്കിൽ അവിടെ ഇങ്ങനെ മാങ്ങയൊക്കെ വെറുതെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു പോകുന്നതിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുപ്പിയിലാക്കിയാണ്. പിന്നെ ബേക്കറി സാധനമൊക്കെ ഇങ്ങനെ ഇതുപോലെ കവറിൽ വെക്കുന്നതായിട്ട് സുഖം കുപ്പിയിൽ വെക്കുന്ന കേട്ടോ. അതിന് ആരെങ്കിലും ഗൾഫിൽ കൊണ്ടുപോകുകയാണെങ്കിൽ മാക്സിമം കുപ്പിയിലിട്ടിട്ട് കൊണ്ടുപോകാൻ നോക്കട്ടെ. നിങ്ങൾക്ക് പൊടിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് ഉള്ളതുപോലെ തന്നെ അടുത്താൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ കുറച്ച് അപ്പങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം വാങ്ങി തന്നെ കേട്ടോ, ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പിന്നെ അച്ചാർ അതുപോലത്തെ ഐറ്റംസൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ലഗേജ് ഇല്ല എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായത്. ഫൈനലി എല്ലാം കഴിഞ്ഞിട്ടാകുമ്പം എല്ലാം നല്ല ലഗേജ് കറക്റ്റായിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചെങ്കിൽ എത്ര എന്തില്ല എന്ന് പറഞ്ഞാലും ലാസ്റ്റ് ടൈമിൽ ലഗേജ് ഫുള്ളാന്ന കഥയാണ് കേട്ടോ നമ്മളിവിടെ എപ്പം വരൽ. എല്ലാം ബാക്കിയായിട്ട് പോരാന്ന്. അത്യാവശ്യം ഒരു ഡ്രസ്സ് മാത്രമേ എനിക്ക് ലാസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടു. പിന്നെ ഉപ്പാവമ്മ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇത് നമുക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം യാത്രയാക്കുമ്പോൾ ഉപ്പാവമ്മ ഒന്നും ഇല്ലാത്ത ഫസ്റ്റ് ടൈം യാത്ര കേട്ടോ. അവന് എല്ലാ ടൈമിലും ഉമ്മ അവനെ കൊണ്ടാക്കാൻ പോലും കൂട്ടാൻ പോലും ഉപ്പ കേട്ടോ. ഇതുവരെ അങ്ങനെയാണ് കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഇത് മാത്രമാണ് കേട്ടോ. കൂട്ടാൻ ഉപ്പ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ റിട്ടേൺ ഇപ്പോൾ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഉമ്മ ഉപ്പാവും ഹജ്ജിലേക്ക് പോയിട്ടുണ്ട്. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് തന്നെ അവർ വീഡിയോ കോളിൽ വിളിച്ചിട്ട് സംസാരിച്ചായിരുന്നു. അങ്ങനെ പോകുന്നവരെ അവർ കണ്ടിട്ട് അവരോട് കൂടി യാത്ര പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇനി ആ കുറച്ച് ദിവസം 10-20 ദിവസമായിട്ടാണ് വന്നിട്ട്. എന്നാലും കുറച്ച് ദിവസം ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം ഒന്നും ഇപ്പം വീട്ടിലായിട്ട് ഉണ്ടായിട്ടില്ല. തിരക്ക് തന്നെ ആയിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം പാക്കിംഗ് ഒക്കെ കഴിയാറായിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീഫ് കറി, നെയ്ച്ചോറ്, അങ്ങനെ ചിക്കൻ ഫ്രൈ അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടി കഴിച്ചിട്ടായിട്ടാണ് കേട്ടോ യാത്ര പോയിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ ഐറ്റംസ് ആകുമ്പോൾ തന്നെ നമ്മളെ 20 കിലോ ലഗേജ് കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ. 20-30 കിലോ ഒക്കെ ഓരോന്നിൽ ഉണ്ടാവാറുണ്ട്. എനിക്ക് 30 കിലോ ലഗേജ് ഉണ്ടായിരുന്നു. എന്നാലും ഇത്രയാകുമ്പോൾ തന്നെ ലഗേജൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അവൻ്റെ കമ്പനിയിലത്തെ ആൾക്കും റൂമിലത്തെ ആൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 4-5 ബോട്ടിൽസ് ആക്കിയിട്ടാണ് കേട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചെങ്കിൽ ബോട്ടിൽസ് ആക്കി വെച്ചെങ്കിൽ ഒന്നും കേടുപാടോ പൊടിയോ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതുപോലെ ബോട്ടിലാക്കി വെച്ചാൽ നല്ലതാണ്. പിന്നെ ഉപ്പാമ്മ ഇല്ലാഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഫീലിംഗ് ആയിട്ടാ. കാരണം ആരും ഉണ്ടായിട്ടില്ല. മാമാക്ക് സുഖമില്ലാതെ അങ്ങനെ വീട്ടിൽ ആരും ഉണ്ടായിട്ടില്ല. അമ്മ മാത്രമാണ് കേട്ടോ യാത്ര പോകുമ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം അവൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടാണ് പോകുന്നുള്ളത്. കാരണം ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അടുത്തടുത്ത് വന്നതുള്ളതുകൊണ്ട് അവൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിട്ടാ. പിന്നെ എല്ലാം കഴിഞ്ഞുകൊണ്ട് വേറൊന്നും വെക്കാൻ ഇനി സ്പേസ് ഇല്ലാത്തതുകൊണ്ട് 1-2 ഡ്രസ്സ് മാത്രം എടുത്തിട്ടാണ് കേട്ടോ അവന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാവില്ല. ഇങ്ങനെ സിംഗിളായിട്ട് പോകുമ്പോൾ ഒന്നും ഒരേലെങ്ങനും ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസത്തേക്ക് വന്നിട്ട് പോകുന്നെങ്കിലും 1 വീക്കിലേക്ക് വന്നിട്ട് പോകുന്നെങ്കിലും ഇങ്ങനെ യാത്ര പോകുന്നത് ഒരു ഇടങ്ങേറുള്ള കഥ തന്നെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ വല്ലാത്ത ഫീലാണ് കേട്ടോ. ഡെയിലി വന്നിട്ട് പോകുന്നവരാണെങ്കിലും ദുബായിക്കുള്ള യാത്ര ഒന്ന് വല്ലാത്തൊരു ഫീലിങ്സാണ് കേട്ടോ. കാരണം ഒന്നൊന്നറിയില്ല, വേറൊരു പോകുന്ന പോലെയല്ല. ദുബായിലേക്കുള്ള യാത്ര ഒരു യാത്ര തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം എല്ലാം പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ എന്നെ പാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ പാക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഫുഡൊന്നും എനിക്ക് കുറേ ദിവസമായിട്ട് പല്ലുവേദനയായിട്ട് ഫുഡ് കഴിക്കാൻ അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായിട്ട് ചെറുങ്ങനായിട്ട് ലേറ്റായിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവന് ഫുഡ് കഴിച്ചതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെ സമയത്തൊക്കെ ഉപ്പ ഇല്ലാത്ത ഭയങ്കര ഫീലിംഗ് ആണ് കേട്ടോ. കാരണം എപ്പോൾ ഒന്നിച്ച് തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഉപ്പ ചെയ്യുന്ന പോലെ നമുക്ക് എത്ര പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതില്ലാത്തൊരു ഫീലിങ്സ് ഒന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ യാത്രയാക്കുമ്പോൾ അവരില്ലാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ സമയത്തും യാത്ര പോകുമ്പോൾ എല്ലാവരും ഉണ്ടാവലുണ്ട് കേട്ടോ. ഇപ്രാവശ്യം മാത്രം ആരും ഉണ്ടായിട്ട് അമ്മ മാത്രമായിരുന്നു. പിന്നെ ആരോട് പ്രത്യേകിച്ച് പോകുന്നു എന്നുള്ള കാര്യം ആരോടും പറഞ്ഞിട്ടുണ്ടായിട്ടാ. പിന്നെ മാമാക്ക് സുഖമില്ലാത്തത് കാരണം അവർക്കായിരിക്കും വരാനും പറ്റിയിട്ട. അങ്ങനെ അമ്മ മാത്രമായിട്ടുള്ളൊരു യാത്ര എപ്പായിരുന്നു. അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങനെ വന്നിട്ട് കേട്ടോ. ഈ ലാസ്റ്റത്തെ മൂമെൻറ്റ് വല്ലാത്തൊരു മൂമെൻറ്റാണ്. എല്ലാവരോടും ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോക്സും ഷൂ ഒക്കെ ഇട്ടിട്ട് അവൻ ഇറങ്ങിന് കേട്ടോ. പിന്നെ യാത്ര പറയാൻ നേരം ഉപ്പ അടുത്തില്ലാത്തതുകൊണ്ട് ഉപ്പാക്കും ഒന്ന് വീഡിയോ കോളിൽ വിളിച്ചതിന് ശേഷം മാത്രമേ കേട്ടോ അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വിളിക്കുമ്പോൾ ഒരു ലൈൻ ഉള്ളായത് കൊണ്ട് അവരെയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ആളെയും കിട്ടീന് കേട്ടോ. രാജിന് പോയതിന് ശേഷം ആദ്യമായിട്ടാണ് വീഡിയോ കോളായിട്ട് സംസാരിക്കുന്നുള്ളത്. കാരണം ഒരിക്കലും കിട്ടിയിട്ടുണ്ടായിട്ട് അങ്ങനെ പെട്ടെന്നെന്തോ വിളിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടിയത് കൊണ്ട് എനിക്ക് നമ്മൾ എല്ലാവരും വിളിച്ചിട്ട് മുണ്ടീന് കേട്ടോ. മറ്റു കോളിലല്ലാണ്ട് വീഡിയോ കോളിൽ വിളിച്ചിട്ടുണ്ടായിട്ടാ. ഉപ്പാനെ ഒരു പ്രാവശ്യം കിട്ടിയായിരുന്നു, ഉമ്മാനെ കിട്ടിയിട്ടുണ്ടായിട്ടാ.
അങ്ങനെ റൂമിലൊക്കെ വൈഫൈ കാര്യങ്ങളൊന്നും ഉമ്മാക്ക് കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് ഉമ്മാനെ കിട്ടിയിട്ടുണ്ടായിട്ടാ. ഫസ്റ്റ് ടൈം ആട്ടോ ഉമ്മാനെ പോയതിൻ്റെ ശേഷം കാണുന്നുള്ളത്. അങ്ങനെ അതേ സമയത്ത് കണ്ടതുകൊണ്ട് നമുക്ക് സന്തോഷം കൂടിയായി. യാത്ര പറയുമ്പോൾ ഉപ്പാവുമ്മാലത്ത് ഇല്ലാത്തൊരിത് എനിക്കും കൂടി ഉണ്ടായിട്ടാ. പിന്നെ അങ്ങനെ കണ്ടത് കൊണ്ട് പിന്നെയും കൂടി സമാധാനമായി. എല്ലാവരും ആ സമയം തന്നെ മുണ്ടീനിട്ടാ. മാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എയർപോർട്ട് റോഡ് കയറിയിട്ടുണ്ടായിരുന്നു. വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല മഴയും കാലാവസ്ഥയൊക്കെ മോശമാണെങ്കിലും നമുക്ക് വലിയ മഴയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടാ. നല്ല റോഡ് ബ്ലോക്ക് കാര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടാ. അങ്ങനെ നമ്മൾ മാംഗ്ലൂർ എയർപോർട്ട് എത്താറായിട്ടുണ്ട്. പിന്നെ അല്ല കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടാ. കാരണം എന്താ വെച്ചെങ്കിൽ ചെക്കിൻ്റെ സെയിം ടൈമിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ കയറണട്ടാ. മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്.
എയർപോർട്ടിലാണെങ്കിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം തിരക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലഗേജൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. പുറത്തെടുത്തതിന് ശേഷം അവന് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലഗേജൊക്കെ ഉള്ളിൽ വെച്ച് പിന്നെ കുറച്ച് 1/4 മണിക്കൂർ നമ്മോട് വെയിറ്റ് ചെയ്തിന് കേട്ടോ. അവൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ഡിലേ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/2 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ഉണ്ടായിരുന്നു. ഒന്നും പ്രശ്നമില്ല, കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയത് കൊണ്ട് ഒന്നും ബുദ്ധിമുട്ടില്ലാതെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എമിഗ്രേഷനിൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിന് കേട്ടോ. നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെല്ലെ വന്നിന് കേട്ടോ. കാരണം രാത്രിയാണ്, മഴയാണ്, ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായ നമ്മൾ മെല്ലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്കുന്ന് KFCന്ന് ഒരു ചിക്കനും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.